ഹായ് ഹലോ ഫ്രണ്ട്സ്, പൂക്കാലം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനിയും അതുപോലെ തന്നെ ചിത്രയും കൂടിയിട്ട് അഞ്ജലി എന്താ ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, മുത്തശ്ശി, എനിക്ക് മുത്തശ്ശൻ്റെ ഈ ഫോട്ടോയിൽ മാല ഇടാനായിട്ട് പറ്റുന്നില്ല, ഇത് നല്ല പൊക്കം ഉണ്ടല്ലോ, എനിക്ക് എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് മോള് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, എന്തായാലും മനുട്ട എന്ന് പറഞ്ഞിട്ട് മനുവിനെ വിളിച്ചുകൊണ്ട് വരാട്ടോ ചെയ്യുന്നത്. എന്താ ജാനി, എന്തിനാണ് വിളിച്ചതെന്ന് മനു ചോദിക്കുമ്പോൾ, മോളെ ആ മാല ഇടാനൊന്ന് സഹായിച്ചേ എന്ന് പറയുന്നുണ്ട്. എന്തിനാ സഹായിക്കുന്നത്? മുത്തശ്ശൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് താഴെ ഇറക്കാം എന്നൊക്കെ പറയുമ്പോൾ ജാനിയാണെങ്കിലോ അതിന് സമ്മതിക്കുന്നില്ല. നീ മുത്തശ്ശൻ്റെ ഫോട്ടോ താഴെ ഇറക്കൊന്നും വേണ്ട, നീ മോളെ ഒന്ന് എടുത്ത് പൊക്കിയാൽ മതി എന്ന രീതിയിലൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ട്, ഇനി സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴത്തേനും അത് പിന്നെ അങ്ങനെ മടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും മനു അഞ്ജലിയെ എടുത്തു പോക്കുന്നുണ്ട് കേട്ടോ. എടുത്തു പോക്കിയതിന് ശേഷം ആ മാല ഇടാനായിട്ട് സഹായിക്കുമ്പോഴത്തേനും അവിടെ പ്രഭ കണ്ടു നിൽക്കുന്നുണ്ട്. ഇവർ മുടിഞ്ഞ പ്രേമത്തിലായോ ഇപ്പോൾ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അഞ്ജലി എടുത്ത് പൊക്കുമ്പോഴത്തേനും ജാനിക്കും ചിത്രയ്ക്കും ഒരു നാണക്കേട് പോലെ ആവുന്നുണ്ട്. അതിനുശേഷം തന്നെ ആ മാല ഇടുകയാണ് മുത്തശ്ശൻ്റെ ആ ഫോട്ടോയിൽ. ഇത് കണ്ടു നിൽക്കുന്ന അഞ്ജലിയുടെ അച്ഛനും അമ്മയൊക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അഞ്ജലിയെ പൊക്കി താഴെ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റൊമാൻസൊക്കെ അവരുടെ മുഖത്ത് കാണുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം തന്നെ പ്രഭ പോയിട്ട് ഹസ്ബൻഡിനോട് ചെന്ന് പറയുന്നുണ്ട്, എന്താണ് ഇവിടെ പ്രേമ നാടകമാണോ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. ഇന്നലെ രാത്രി ഞാൻ പാലിൽ ഉറക്കഗുളിക ഇട്ട് കൊടുത്തു, ഇന്നിവർ തമ്മിൽ ഭയങ്കര എടുത്തു പൊക്കുകയും ഇതെന്താണ് ഈ വീടിനകത്ത് ആർക്കും നടക്കൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. എടുത്തു പൊക്കുന്നുണ്ടോ, ഞാൻ പോയി കാട്ടെ, നിൽക്കവിടെ, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, എടുത്തു പൊക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നു കേട്ടോ. അല്ല, എനിക്ക് സമാധാനം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. നീയും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ പ്രഭ എന്ന് ചോദിക്കുമ്പോൾ ഒരു നാണക്കേട് പോലെ പ്രഭയും സംസാരിക്കുന്നുണ്ട്. എന്തായാലും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രഭ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്. എന്തായാലും മഞ്ഞളിട്ട പാലിൽ ഞാൻ ഉറക്കഗുളിക കഴിച്ചു, ഇനി അതിൽ മേലെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യും. എന്തായാലും അഞ്ജലി IPS ഓഫീസറിൻ്റെ ഒറ്റ മകളാണെന്നുള്ള ഒരു അഹങ്കാരം അവൾക്കുണ്ട്, അതും എത്രയും പെട്ടെന്ന് തന്നെ നിർത്തി കൊടുക്കണം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രഭ അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം തന്നെ അഞ്ജലിയുടെ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് കേട്ടോ. അഞ്ജലി അപ്പോൾ അതിൽ പോകുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, എന്തായാലും നമ്മുടെ മോള് വിചാരിച്ച പോലെയല്ല, അവൾക്ക് USA പോകേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചെങ്കിൽ ഇപ്പം മനുവിനായിട്ട് വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് അവൾ ജീവിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ടെന്ന് അഞ്ജലിയുടെ അച്ഛൻ പറയുമ്പോൾ അമ്മയും പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഭർത്താവാണ് മനു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായ കാര്യമാണ്, അവനും രണ്ടുപേരും ഒരുമിച്ച് നന്നായിട്ട് തന്നെ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അഞ്ജലിയും മനു അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വേണുവും അതുപോലെ ചിത്രയും ജാനകിയും ഒക്കെ നല്ല ആൾക്കാരാണെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. പക്ഷെ മനുവിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. മനു കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതാണ്, പക്ഷെ മനുവിനെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കി. അവനും വളരെ നല്ല പയ്യനാണെന്നുള്ളതും അഞ്ജലിയുടെ അച്ഛൻ പറഞ്ഞു. നമ്മുടെ ഭാഗ്യമാണ് നമ്മുടെ മോൾക്ക് ഈ ഒരു വീട്ടിലും ഈ ഒരു മരുമകളായി ജീവിക്കാൻ സാധിച്ചത്, മനുവിൻ്റെ ഭാര്യയായിട്ട് എന്നൊക്കെ പറയുന്നത് മനു അഞ്ജലിയും കൂടി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അഞ്ജലിയും മനുവും കൂടി സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശേൻ്റെ ഫോട്ടോയിൽ മാലയിട്ട സമയത്ത് തന്നെ ഞാൻ ആകെ പേടിച്ച് പോയി, സോറി അഞ്ജലി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് മനു ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും കാര്യം നടന്നു, ഞാനും ടെൻഷനായിപ്പോയി, പെട്ടെന്ന് ഞാൻ ആ മാല ഇടാനായിട്ട് പോയി, പക്ഷേ ഇത്രയും ഹൈറ്റുള്ള കാര്യം ഞാൻ മറന്നു പോയതാണ് മനു എന്ന് പറയുന്നു. ജാനി ഇങ്ങനെ കാര്യം ഒപ്പിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. മനു അപ്പോൾ വീണ്ടും സംസാരിക്കുന്നുണ്ട് അഞ്ജലിയോട്. അഞ്ജലി എടുത്തു പൊക്കണ സമയത്ത് സ്നേഹമായിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു പോയി. അഞ്ജലി ആണെങ്കിൽ തിരിച്ചും പറയുന്നുണ്ട്, മനുവിൻ്റെ പകരം സൂര്യ ആയിരുന്നെങ്കിൽ ഞാനും വിചാരിച്ചു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മനുവിനും അഞ്ജലിക്കും ഒരു സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും കിച്ചണിൽ കാണിക്കുന്നു. ചിത്രയുടെ അടുത്തേക്ക് പോകുന്ന അഞ്ജലിയെ കാണിക്കുക കേട്ടോ ചെയ്യുന്നത്. അമ്മേ, ഞാൻ സഹായിക്കാം എന്ന് പറയുന്നു. അതൊന്നും വേണ്ട മോളെ, അതിനൊക്കെ 2-3 ദിവസം കഴിയട്ടെ, എന്തായാലും മോളിപ്പോൾ നോക്കേണ്ടത് മനുവിൻ്റെ കാര്യങ്ങളാണ്, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്ന് പറയുന്നു. പക്ഷേ അഞ്ജലി ഒരു കാര്യം അവിടെ ചോദിക്കുന്നുണ്ട്. കാരണം ഇന്നലെ അത്രമേൽ ഉറങ്ങിക്കഴിഞ്ഞതിന് പാൽ കുടിച്ചിട്ടാണെന്നുള്ളത് അഞ്ജലിക്കറിയാം, അതിലെന്തോ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാൽ ആരാണ് തിളപ്പിച്ചെടുത്തതെന്ന് ചോദിക്കുമ്പോൾ അത് പ്രഭയാണ് മോളെ എന്ന് പറയുന്നു. പ്രഭ ചേച്ചി കിച്ചണിൽ വരാറുണ്ട്? ഇടയ്ക്കൊക്കെ വരും, എന്നാൽ ചെറിയവളാണ് മടിച്ച് എന്ന് പറയുന്നു അമ്മ.
എന്തായാലും ഇന്നലെ നിങ്ങൾക്ക് കഴിക്കാനുള്ള പാല് തിളപ്പിച്ചതും മഞ്ഞളിടാനൊക്കെ പറഞ്ഞതും ഞാനാണ് അവളോട്. അവളാണ് നിനക്ക് തന്നത് എന്ന രീതിയിൽ അഞ്ജലിയോട് ചിത്ര പറയാട്ടോ ചെയ്യുന്നു. ഓ അതാണ് കാര്യം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ മോൾ എന്തായാലും ചെല്ല്, എന്താ മോളെ അങ്ങനെ ചോദിച്ച്? ഒന്നുമില്ല അമ്മേ, വെറുതെ ചോദിച്ചതാണെന്ന് പറയുന്നു. അങ്ങനെ അഞ്ജലി പ്രഭയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പ്രഭയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന അഞ്ജലിയെ കാണിക്കുന്നുണ്ട്. എന്തായാലും അഞ്ജലിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. കാരണം പ്രഭയാണ് കാര്യങ്ങളൊക്കെ പറ്റിച്ചതെന്നുള്ളത് അഞ്ജലിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആ പാലിൽ ഉറക്കക്കുളിക പ്രഭയാണ് ചേർത്തത് എന്ന് മനസ്സിലായിട്ടുള്ളതാണ്.